വീട്ടിൽ വെള്ളം കയറി. ഇപ്പം ഇതും കാറും പോയി, എല്ലാം പോയി, നശിച്ച് നാണക്കല്ലായിരിക്കുന്നതാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാർ അവിടെ പെട്ടുപോയി. ഞാൻ രാവിലെ വന്നിട്ട് കാറ് ഇവിടെ അത് ആ പമ്പിന്റെ അവിടെ വെച്ച് കാർ അങ്ങ് ഒരു ലോറിക്കാരൻ വന്നപ്പോഴും നിന്നു. പിന്നെ അങ്ങ് ഒരു വിധത്തിൽ നമ്മൾ അവിടെ കൊണ്ടാക്കി, എവിടെ ഗ്രാൻഡ് ബേക്കറിയുടെ അപ്പുറത്ത്. അപ്പൊ അതവിടെ ഉണ്ടോന്ന് നോക്കാനാ പോകുന്നത്. വീട് അവിടെ അല്ലേ? വീട് ചക്കര തോട്ടണം. അവിടെ ഒത്തിരി വീട്ടുകാരൊക്കെ ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അവരെയൊക്കെ രക്ഷിച്ചോ? വെള്ളമൊക്കെ കയറിയോ? ആൾക്കാർക്കൊന്നും നഷ്ടം, പക്ഷെ ലക്ഷങ്ങളുടെ നഷ്ടം. ലക്ഷങ്ങളുടെ ഓണത്തോടനുബന്ധിച്ച് കടകളിലൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചാൽ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ ഒത്തിരി ലോഡ് ഇറക്കിയതാ. പാവം അവരെ വ്യാപാരികളാ ഇപ്പം ഭയങ്കരമായിട്ട് അവര് ആത്മഹത്യക്ക് മുനമ്പിലെന്നേ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് 2018 നടന്നത്. അത് വെള്ളപ്പൊക്കമാണെങ്കിൽ പോലും അത് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, റാന്നിക്ക് മാത്രമായിട്ടൊരു വെള്ളപ്പൊക്കമായിട്ട്. റാന്നിക്ക് മാത്രമായിട്ട്. അതാ അല്ല, വേറെ ഒരിടത്തും നമ്മൾ ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല. അതാ വിഷയം. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടെന്നോ. വീടിനകത്ത് നിന്ന് ഇപ്പം വെളിയിൽ വീട്ടിൽ വെള്ളം കയറി. ഇപ്പം ഇതും കാറും പോയി, എല്ലാം പോയി, നശിച്ച് നാണക്കല്ലായിരിക്കുന്നതാ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നാളെ മഴ കാണുമായിരിക്കും. മഴ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിനെക്കാളും വെള്ളം വലിഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ വലിഞ്ഞിട്ടല്ല, ശകലം വലിഞ്ഞിട്ടുണ്ട്. ഒരടിയോളം വലിഞ്ഞിട്ടുണ്ട്. അത്ര ഒരടിയോളം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും വലിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ കുറച്ചു നേരം മഴ നിൽക്കുകയാണെങ്കിൽ ഇറങ്ങും. അല്ലാതെ ഒരു രക്ഷയുമില്ല. ഇത് തന്നെ ഒറ്റയ്ക്ക് പോകണ്ട. ബോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ മൂന്നാം തവണയാ പോകുന്നത്. മൂന്നാമത്തെ കേട്ടോ ഞാൻ പോകുന്നത്. എന്നാന്നറിയോ, ഒരു സാധനം കൊണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ വിലയുള്ള മുതലാണ്. ഇരട്ടി ഇപ്പൊ സേഫാ. അത് ഒന്നുകൂടെ നോക്കിയിട്ട് വന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇല്ല, റോഡ് സൈഡ് അല്ലല്ല, റോഡ് വെള്ളത്തിൽ നിന്ന് ഞാൻ കരകയറ്റി. വെള്ളത്തിൽ നിന്ന് എല്ലാരും തള്ളിത്തന്ന് സഹായിച്ചു തന്നു രാവിലെ. നേരത്തെ ഈ ജംഗ്ഷനിലെ ഒരു വണ്ടി, അത് ഈ ജംഗ്ഷനിൽ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോവരുതെന്ന് പറഞ്ഞിട്ട് അവര് വന്നത് അവിടെ. ഞാനുണ്ട്. അതിന്റെ സൈലൻസർ ഒക്കെ മുകളിലോട്ടായിരുന്നു. ആ ഒരു ഇതിന്റെ പുറത്താ അവര് വന്നത്. പക്ഷെ സംഗതി പാളിപ്പോയി. തൊട്ടത് അവിടെ വെച്ചാ മുങ്ങിപ്പോയി. എന്റെ വണ്ടി ഇതിന്റെ അപ്പുറത്ത്, പമ്പിനപ്പുറത്ത് വെച്ചാ ഇതായത്. അപ്പോഴൊരു 2-3 പേര് വന്ന് അവര് തള്ളി ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി. മേളിൽ 5:45 വെളുപ്പിനെ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയമില്ല, നമുക്ക് അറിയത്തില്ലല്ലോ. 2018 ഇതുപോലെ പാതിരാത്രി ആയിരുന്നു. 12 മണിക്ക് 10:10. ഇത് റാന്നിക്ക് മാത്രം അവകാശപ്പെട്ടത്. ഈ ഒരു പ്രദേശത്ത് മെയിൻ ജംഗ്ഷൻ അല്ലേ? ഇത് മെയിൻ മാമുക്ക് ജംഗ്ഷൻ. ഇട്ടിയപ്പാറയും ഈ മാമുക്കും ഇത് രണ്ടും ഒരു, അവിടെയും വെള്ളത്തില, ഇവിടെയും വെള്ളത്തില. ഇതിന്റെ ഇടയ്ക്ക് ശകലം ഭാഗമേ ഉള്ളൂ ശരി കയറ്റം ഉള്ളത്.